കേരള യൂണിവേഴ്സിറ്റിയിൽ KSU നേതാവിന്റെ സർട്ടിഫിക്കറ്റുകൾ SFI നേതാക്കൾ തട്ടിയെടുത്തതായി പരാതി. വർക്കല സ്വദേശി സെയ്ദലിയുടെ SSLC സർട്ടിഫിക്കറ്റാണ് നഷ്ടമായത്. രജിസ്ട്രാർക്കും പോലീസിലും പരാതി നൽകി. അതിനിടെ SFI KSU പ്രവർത്തകർ തമ്മിൽ നടുറോഡിൽ വാക്കേറ്റമുണ്ടായി. കേരള സർവകലാശാല സ്പോട്ട് അഡ്മിഷൻ നടപടിക്രമങ്ങൾക്കിടെയാണ് സംഭവം. രാവിലെ സെയ്ദലിയുടെ സാക്ഷ്യപത്രവുമായി ഗൌരി എന്ന പെൺകുട്ടി സർവകലാശാലയിലെത്തി. പ്രവേശന നടപടികൾക്കിടെ ഗൌരിയെ SFI പ്രവർത്തകർ തടഞ്ഞുവെന്നും ബലം പ്രയോഗിച്ച സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയൽ തട്ടിയെടുത്തുവെന്നും സെയ്ദലി ആരോപിക്കുന്നു. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രവേശനം SFI നിഷേധിക്കുന്നുവെന്നാണ് പരാതി. ഏതൊരു വിദ്യാർത്ഥിക്കും പഠിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ അവകാശം എല്ലാ തരത്തിലുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കുന്ന രീതിയാണ് ഇന്ന് SFIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനിടെ സെയ്ദലിക്ക് നേരെ SFI പ്രവർത്തകർ സംഘടിച്ചെത്തി. നടുറോഡിൽ ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റം. തർക്കം തെരുവിൽ നിന്ന് MLA ഹോസ്റ്റലിലേക്കും വ്യാപിച്ചു. KSU നേതാവിന്റെ ആരോപണം തെറ്റാണെന്നും സർവകലാശാല പരിസരത്തുണ്ടായിട്ടും മനഃപൂർവ്വം പ്രവേശന നടപടിയിൽ നിന്നും സെയ്ദലി മാറി നിന്നു എന്നും SFI ആരോപിക്കുന്നു. നിലവിൽ കേസിലെ പ്രതിയായിട്ടുള്ള ആളാണ് ഈ സെയ്ദലി. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടുത്തെ കോൺഗ്രസിന്റെ MLA-മാരാണ് ഇങ്ങനെയുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്നത്. ഇങ്ങനെ SFI ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് തട്ടിയെടുത്തിട്ടുണ്ടോ? യൂണിവേഴ്സിറ്റി അകത്ത് കയറാത്ത ഒരാള് അയാളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ എന്തിനാണ് എടുക്കുന്നത്? പ്രശ്നം രൂക്ഷമായതോടെ പോലീസ് എത്തി. ഒടുവിൽ പോലീസ് സുരക്ഷയിലാണ് സെയ്ദലിയെ കൊണ്ടുപോയത്. സർട്ടിഫിക്കറ്റുകൾ തട്ടിയെടുത്തുവെന്ന് കാട്ടി ഇയാൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും കേരള സർവകലാശാല രജിസ്ട്രാർക്കും പരാതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.